ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതെന്തൊക്കെയാണ് ഈ എടുത്ത് വെക്കുന്നതെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ചെറിയൊരു ചക്കക്കുരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലിടാനും വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന ചക്കക്കുരു കറി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ കുറച്ച് ചെമ്മീൻ പൊടി, അതിനുള്ള ഒരു പാക്കറ്റിൽ ചെമ്മീൻ പൊടി വാങ്ങിയിട്ടുണ്ട്, 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ 2 പാക്കറ്റും നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങാക്കോല്, മൂന്ന് കഷ്ണം മുരിങ്ങാക്കോലും വാങ്ങി. അതുപോലെ തന്നെ ഒരു 3 മാങ്ങ വാങ്ങിയതേ ഉള്ളൂ. 3 മാങ്ങ നമ്മൾ ചക്കക്കുരുവിൽ ഇടുന്നില്ല. അത് പുളി വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പം ഞാനിവിടെ 1 എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് നമ്മൾ ചീരയാണ് കേട്ടോ, ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മളിത് വേലിച്ചീര എന്ന് പറയും. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെയുള്ള സാധനമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. വേറെ എന്ത് ചീരേനെക്കാട്ടിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ചീരയാണിത്. ഇതുണ്ടെങ്കിൽ ഇത് മാത്രം കൂട്ടി ചോറ് തിന്നാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചീര നമ്മൾ ഇന്നലെ നമ്മൾ പറമ്പിലുള്ള ചീരയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് ഇന്നിപ്പോൾ ചക്കക്കുരു കറിയും ചീര ഇതൊക്കെ തന്നെയാണ് വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ ചീരയിൽ കുറച്ച് നമ്മളെ വലയൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്, അതൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഇത് നമ്മളെ ചക്കക്കുരു കറിയിൽ അരയ്ക്കാനും വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ നല്ല ചീരമുളകാണ് കേട്ടോ. നമ്മളെ കുഞ്ഞി മുളക്, എന്താ പറയുക, അങ്ങാടി മുളക് എന്നാ പറയുക. ചീരമുളകുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉള്ളി, കുറച്ച് ഞാനതിൽ വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകം, ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നല്ലൊരു അരപ്പും കൂടെ അരച്ചിങ്ങോട്ട് വെക്കും. പിന്നെ ഞാൻ ഈ വെളുത്തുള്ളി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എല്ലാവരും ചേർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എല്ലാ കറിയിലും അത്യാവശ്യം ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ചേർക്കാറുണ്ട്. ആ വെളുത്തുള്ളീൻ്റെ ആ ഒരു ഇതോടെ ഫ്ലേവറോടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കണം. നമ്മൾ ഇപ്പോൾ ചക്കയൊക്കെ നമ്മൾ വീട്ടിൽ ചക്കയൊക്കെ അത്യാവശ്യം കഴിച്ചു തുടങ്ങി. എല്ലായിടത്തിലും വിരിഞ്ഞ് മൂത്ത് കിട്ടിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് ഇവിടെ അത്യാവശ്യം ചക്കയൊക്കെ മൂത്ത്, അത് ദിവസേന ചക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചക്കക്കുരു എടുത്ത് കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ചക്കക്കുരുവൊക്കെ നന്നാക്കിയതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത്. ബാക്കി ഇപ്പം നമ്മളെ കൊഞ്ചം പൊടി ഉണ്ടല്ലോ, കൊഞ്ചം പൊടീനെ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ എത്രയായാലും ഉണക്കമീനല്ലേ, അപ്പോൾ അതിനെ കുറച്ചൊന്ന് വെടിപ്പാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കുറച്ച് സമയം കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു വെന്തു, അത്യാവശ്യം നല്ല ഉടഞ്ഞ് കിട്ടുന്ന പരുവായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിൽ തന്നെ ഇട്ടതേ, അല്ലാണ്ട് നമ്മൾ കുറേ സമയം എടുക്കും. കുറച്ച് സമയം വൈകിയാണ് നമ്മൾ കറി ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വേഗം വെച്ചു. ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണേ. അപ്പോൾ നമ്മളെ ഈ ചെമ്മീനുണ്ടല്ലോ, കുറേ സമയം ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. കാരണം ഉണക്കമീനാകുമ്പോൾ നമുക്കൊരു തൃപ്തി കുറവാണല്ലോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകി, കുറേ ടൈം വെള്ളത്തിൽ കുതിർത്ത് ഇട്ടതിന് ശേഷം നല്ലോണം കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഈ മാങ്ങയും അതുപോലെ നമ്മളെ മുരിങ്ങാക്കോലും ഒക്കെ കഷ്ണങ്ങളാക്കി വെച്ചത് അത് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, ഇനി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഇളക്കി. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടേ, ഉപ്പൊക്കെ ഞാൻ നേരത്തെ ഇട്ടതാണ് കേട്ടോ, അത് പറയാനൊക്കെ മറന്നു പോയതാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കാണിക്കാനും വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിക്കാനും വെക്കുകയാണേ. പിന്നെ നമ്മളിപ്പോൾ ചീര അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാൻ ചീര നമ്മളല്ലാണ്ട് കയ്യിൽ വെച്ച് അരിയലായിരുന്നു. ഇന്ന് ഞാൻ ചോപ്പറിലിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് കറക്കി. പക്ഷേ എനിക്ക് അത്ര തൃപ്തിയായില്ല. നമ്മൾ അരിയുന്ന ആ ഒരു ഇതിൽ വന്നിട്ടില്ല. എന്നാലും ഈ ചീരയായതിനെ കൊണ്ട് എങ്ങനെ ഇട്ടാലും ഞാൻ നന്നായിട്ട് കഴിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചീരയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വറവിലേക്ക് ചീര അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ മുളകൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ അധികം എരിവൊന്നും ചേർക്കില്ല.
പിന്നെ ഇത് ചീരയായാലും വേറെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ആണെങ്കിലും ഈ അരപ്പിട്ടും വെക്കും കേട്ടോ. പക്ഷേ ഈ ചീര എനിക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ തന്നെ വേവിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ച് താല്പര്യം. അപ്പോൾ ഇതൊന്ന് നമ്മൾ വറവിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് ഇളക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം മൂടി വെച്ച് കുറച്ച് സമയം നന്നായിട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കും. ആ ഒരു പച്ചപ്പ് അങ്ങോട്ട് പോകണമല്ലോ. അപ്പോൾ ആ വെന്ത് വന്നതിലേക്ക് നമ്മളിതാ ഇതുപോലെ തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ തേങ്ങ വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കൂടുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അധികം ഇടും. കുറച്ച് അധികം തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് പൊതുവേ ഞാൻ ഇങ്ങനത്തെ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഉപ്പേരി അത്യാവശ്യം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു കറി എന്തായി നോക്കാം. ചക്കക്കുരു കറി നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ പച്ചമുളക് അരച്ച് വെക്കുന്നതാണ് കേട്ടോ എല്ലാ കറികളും ഇഷ്ടം. എല്ലാ പച്ചക്കറികളും പച്ചമുളക് അരച്ച് വെക്കുന്നത് ഇഷ്ടം. അങ്ങടിമുളക് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാനിത് നന്നായിട്ട് പച്ചമുളകൊക്കെ അരച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു വറവും കൂടെ ഇടാൻ, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. നല്ല ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് നല്ലൊരു വറവ് കൂടെ ഇട്ടാൽ അടിപൊളിയായിട്ട്